ഓർഡിനേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ടു സെറ്റ് അപ്പാർട്ട് എന്നുള്ളതാണ്. ഒരു പ്രത്യേക ദൗത്യത്തിനായി വ്യക്തികളെ വേർതിരിക്കുന്ന പ്രവൃത്തിയെയാണ് ഓർഡൈൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ പ്രത്യേക ദൗത്യം ഏറ്റെടുക്കുവാൻ സന്നദ്ധമായ വ്യക്തിയെ ഓർഡിനൻ്റ് എന്ന് വിളിക്കുന്നു. ക്രിസ്തീയ സഭയിൽ വ്യക്തികളെ ദൈവിക ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുന്ന ശുശ്രൂഷയാണ് ഓർഡിനേഷൻ അഥവാ പട്ടത്വം. ശുശ്രൂഷ ഏറ്റെടുക്കുന്ന വ്യക്തിക്ക് വ്യക്തിപരമായ ദൈവവിളി അനിവാര്യമാണ്. ഇങ്ങനെയുള്ള വ്യക്തികളെ ദൈവശാസ്ത്ര പഠനത്തിനായി സെമിനാരികളിലേക്ക് അയക്കുകയും അവരെ കൂടുതൽ ഫലപ്രദമായ ശുശ്രൂഷ ചെയ്യുവാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഡീക്കൺ എന്ന പദം ഡയക്കോണിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇതിനർത്ഥം സേവനം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്രകാരം ഒരു ഡീക്കൻ ഓർഡിനേഷൻ ലഭിച്ച വ്യക്തിയുടെ ശുശ്രൂഷ സേവന പശ്ചാത്തലത്തിൽ ഉള്ളതാണ്. പ്രസ്ബിറ്റർ എന്ന വാക്ക് പ്രസ്ബിറ്ററോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇതിൻ്റെ അർത്ഥം എൽഡർ അഥവാ സീനിയർ എന്നുള്ളതാണ്. ദൈവജനത്തെ നയിക്കേണ്ട ഉത്തരവാദിത്വത്തെ ഇത് ഓർമ്മിപ്പിക്കുന്നു. ദൈവജനത്തിന് അറിവുകൾ പകർന്നു നൽകുകയും സക്രമന്തുകൾ ആചരിക്കുകയും തുടങ്ങി വിവിധങ്ങളായ ഉത്തരവാദിത്തങ്ങളാണ് പട്ടത്വ ശുശ്രൂഷയിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ചിന്താവിഷയം പട്ടത്വ ശുശ്രൂഷ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസന എന്നത് ദൈവശാസ്ത്രത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരാശയമാണ്. ഇതിനർത്ഥം ക്രിസ്തുവിൻ്റെ ആശയങ്ങളും ജീവിത മാതൃകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. പട്ടത്വ ശുശ്രൂഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ചില വേദഭാഗങ്ങളിലൂടെ നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ ചിന്ത പട്ടത്വ ശുശ്രൂഷയെ അംഗീകരിക്കുകയും വിലമതിക്കുകയും ചെയ്യുക. പട്ടത്വ ശുശ്രൂഷയെ അംഗീകരിക്കുകയും വിലമതിക്കുകയും ചെയ്യുക. പുറപ്പാട് പുസ്തകം 29 അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ അഹരോനെയും അവൻ്റെ പുത്രന്മാരായിരുന്ന നാദാബ്, അബിഹു, എലയാസർ, ഇഥാമാർ എന്നിവരെ സമാഗമന കൂടാരത്തിൽ ദൈവിക ശുശ്രൂഷയ്ക്കായി ദൈവം തിരഞ്ഞെടുക്കുന്നു. ഇസ്രായേൽ ജനം മിസ്രയിൽ നിന്ന് വിടുവിക്കപ്പെട്ട് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദൈവം മോശെ മുഖാന്തരം ഇസ്രായേൽ ജനത്തോട് ഒരു ഉടമ്പടി ചെയ്യുന്നു. ഇതിൻ്റെ ഭാഗമായി ദൈവകൽപ്പനകൾ അവർക്ക് നൽകുകയും അത് പ്രമാണിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ദൈവ അനുഗ്രഹം ലഭ്യമാകുവാൻ ഇത് ആവശ്യമായിരുന്നു. കൂടാതെ ദൈവവുമായുള്ള നിരന്തര ബന്ധത്തിലും സാന്നിധ്യത്തിലും ദൈവജനം ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ഇതിനായി പാളയത്തിന് നടുവിലായി ദൈവത്തെ ആരാധിക്കുവാനായി ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കുവാൻ ദൈവം മോശയോട് ആവശ്യപ്പെടുന്നു. ഇതിനായി ദൈവജനം സ്വമേധാദാനങ്ങൾ കൊണ്ടുവന്നു. സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മാണത്തിന് ശേഷം അവിടെ ശുശ്രൂഷിക്കുവാനാണ് പുരോഹിതന്മാരെ ദൈവം തിരഞ്ഞെടുക്കുന്നത്. ഇവിടെയാണ് പട്ടത്വ ശുശ്രൂഷയുടെ പ്രാധാന്യം. ദൈവാലയങ്ങളുടെ നിർമ്മിതി പോലെ തന്നെ പ്രധാനമാണ് ദൈവിക ശുശ്രൂഷയും. പൗരോഹിത്യ അഭിഷേകത്തിന് മുന്നോടിയായി പൗരോഹിത്യത്തിൻ്റെ മഹത്വത്തിനും അലങ്കാരത്തിനുമായി വിശുദ്ധ വസ്ത്രമുണ്ടാക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്നു. ഈ വിശുദ്ധ വസ്ത്രത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പുറപ്പാട് പുസ്തകം 28 അധ്യായത്തിൽ നാം വായിക്കുന്നു. 29 അധ്യായത്തിൽ അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും ദൈവിക ശുശ്രൂഷകൾക്കായി ശുദ്ധീകരിക്കുകയും അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നു. അത്തരം പ്രവൃത്തികളെക്കുറിച്ചാണ് ഈ അധ്യായം 29 അധ്യായം വിവരിച്ചിരിക്കുന്നത്. അഹരോനെ വിശുദ്ധ വസ്ത്രം ധരിപ്പിക്കുകയും തലയിൽ എണ്ണ ഒഴിച്ച് അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നു. അഹരോന്റെ പുത്രന്മാരെയും വിശുദ്ധ അങ്കി ധരിപ്പിക്കുന്നു. ഇതുകൂടാതെ വിശുദ്ധീകരണത്തിന്റെ ഭാഗമായി അവർക്ക് വേണ്ടി യാഗങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്നു. കൂടാതെ പൗരോഹിത്യം അവർക്ക് നിത്യ അവകാശമായി നൽകപ്പെടുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പട്ടത്വ ശുശ്രൂഷയുടെ ശ്രേഷ്ഠതയെയാണ്. ആധുനിക സമൂഹത്തിൽ വിലയേറിയ ദേവാലയങ്ങൾ പണിയുന്നതിന് പലരും പ്രാധാന്യം കൊടുക്കാറുണ്ട്. എന്നാൽ അതിനേക്കാൾ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് പട്ടത്വ ശുശ്രൂഷ. പട്ടത്വ ശുശ്രൂഷകൾക്ക് നാം പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്.
പട്ടത്വ ശുശ്രൂഷയെ പിന്തുണയ്ക്കുകയും ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ദൈവജനത്തിൻ്റെ കടമയാണ്. ദൈവിക നിയോഗമാണ് പട്ടത്വ ശുശ്രൂഷയിൽ ദർശിക്കപ്പെടുന്നത്. ആധുനിക സമൂഹത്തിൽ പട്ടത്വ ശുശ്രൂഷ വലിയ വെല്ലുവിളിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ദൈവജനത്തെ നയിക്കുവാനും ആത്മീയ ശുശ്രൂഷകൾ നിർവഹിക്കപ്പെടുവാനും പട്ടത്വ ശുശ്രൂഷകൾക്ക് വലിയ പങ്കുണ്ട്. പട്ടത്വ ശുശ്രൂഷകൾക്ക് പ്രാധാന്യവും പിന്തുണയും നൽകുവാൻ നമുക്ക് കഴിയേണ്ടതാണ്. രണ്ടാമത്തെ ചിന്ത, ദൈവഹിതത്തിന് യോഗ്യമായ ജീവിതം നയിക്കുക. ദൈവഹിതത്തിന് യോഗ്യമായ ജീവിതം നയിക്കുക. എഫേസ്യർ 5-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ദൈവിക ശുശ്രൂഷ ഫലപ്രദമായി നിർവഹിക്കപ്പെടാൻ ആവശ്യമായിരിക്കുന്ന ചില ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എഫെസോസ് സഭയിലുണ്ടായിരുന്ന വിശുദ്ധരും വിശ്വാസികളുമായ ആളുകൾക്ക് വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത്. ദൈവത്തിന് പ്രസാദകരമായ ജീവിതം നയിക്കുക എന്നതാണ് ക്രിസ്തീയ ശുശ്രൂഷയിൽ പ്രധാനമായിട്ടുള്ളത്. യേശുവാണ് നമ്മുടെ മാതൃക. മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിനായി യേശു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. ഇപ്രകാരം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി സ്വയം ത്യജിക്കുന്ന സ്നേഹമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള വിശുദ്ധി ദൈവജനത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. വാക്കുകളിലുള്ള വിശുദ്ധിക്കും പ്രാധാന്യം നൽകേണ്ടതാണ് എന്ന് പൗലോസ് ഓർമ്മിപ്പിക്കുന്നു. അർത്ഥമില്ലാത്തതും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതുമായ വാക്കുകൾ ഒഴിവാക്കേണ്ടതാണ്. ലഭിച്ച നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ കഴിയണം. തൃപ്തിയുള്ളവരാകുക എന്നതും പ്രധാനമാണ്. അത്യാഗ്രഹവും പണം സമ്പാദിക്കാൻ മാത്രമായിട്ടുള്ള ജീവിതവും ദൈവജനത്തിന് ഭൂഷണമല്ല. ദൈവമുമ്പാകെയും മനുഷ്യരിടയിലും ഹിതകരമായ പ്രവൃത്തികളാണ് നമ്മിൽ നിന്ന് ഉളവാകുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇതാണ് വെളിച്ചത്തിൽ ജീവിക്കുക എന്നതിന് അർത്ഥം. ദൈവത്തിൻ്റെയും സമൂഹത്തിൻ്റെയും അംഗീകാരം ലഭിക്കാത്ത പ്രവർത്തനങ്ങളാണ് ഇരുളിൻ്റെ പ്രവൃത്തികൾ. ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവരെ മരിച്ചവരോട് ഊമ്മിച്ചിരിക്കുന്നു. ദൈവപ്രകാശം ഉൾക്കൊണ്ടുകൊണ്ട് സുബോധമുള്ളവരായും ദൈവപ്രസാദമുള്ളവരായും ജീവിക്കുമ്പോഴാണ് ദൈവിക ദൗത്യം ഫലപ്രദമായി നിർവഹിക്കുവാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ ചിന്ത, ദൈവിക ശുശ്രൂഷകൾക്കായി നിലകൊള്ളുക. ദൈവിക ശുശ്രൂഷകൾക്കായി നിലകൊള്ളുക. ലൂക്കോസ് 10-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ യേശു 70 പേരെ ദൈവിക ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുത്ത് താൻ പോകുവാനുള്ള പട്ടണങ്ങളിലേക്ക് തനിക്ക് മുമ്പായി ഈരണ്ടായി അയക്കുന്നു. ദൈവിക ശുശ്രൂഷകരെ കൊയ്ത്തിലുള്ള വേലക്കാരോട് ഊമിച്ചിരിക്കുന്നു. ദൈവത്തിനായി അനേകരെ നേടുക എന്നുള്ളത് ദൈവിക ശുശ്രൂഷയുടെ പ്രധാന ദൗത്യമാണ്. ദൈവിക ശുശ്രൂഷയിലുണ്ടാകാവുന്ന പ്രയാസങ്ങളെക്കുറിച്ചും ദൈവിക ശുശ്രൂഷ എങ്ങനെ നിർവഹിക്കണം എന്നതിനെക്കുറിച്ചും വ്യക്തമായ നിർദ്ദേശങ്ങൾ യേശു ഇവിടെ നൽകുന്നു. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലുന്ന കുഞ്ഞാടുകളെപ്പോലെ നിർഭയമായി ദൈവിക ശുശ്രൂഷ നിർവഹിക്കപ്പെടണം. ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ചുകൊണ്ട് ദൈവിക ശുശ്രൂഷ പ്രാവർത്തികമാകേണ്ടതുണ്ട്. മറ്റുള്ളവരെ പ്രസാദിപ്പിക്കുന്നതിലല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനാണ് പ്രാധാന്യം നൽകേണ്ടത്. ദൈവവചനം പ്രഘോഷിക്കുക എന്നത് ദൈവിക ശുശ്രൂഷയുടെ ഭാഗമാണ്. എന്നാൽ ദൈവവചനം കേൾക്കുന്നവർ അതെങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നതിനെക്കുറിച്ച് നാം വ്യാകുലപ്പെടേണ്ടതില്ല. ദൈവിക ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ കരുതേണ്ടതും അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കേണ്ടതും ദൈവജനത്തിൻ്റെ കടമയാണ് എന്ന് യേശു ഉറപ്പിച്ച് പറയുന്നു. അംഗീകാരവും പിന്തുണയും ലഭിക്കാത്ത സന്ദർഭങ്ങളിൽ പോലും ദൈവവചനം പ്രഘോഷിക്കുകയും ദൈവം നിയോഗിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കടന്നു പോവുകയും വേണം. എന്നാൽ ദൈവിക ശുശ്രൂഷകളെയും ശുശ്രൂഷകരെയും കൈക്കൊള്ളാതിരിക്കുന്നതും അവഹേളിക്കുന്നതും ദൈവിക ന്യായവിധിക്കുള്ള മുഖാന്തരമാണ് എന്ന് യേശു ഓർമ്മിപ്പിക്കുന്നു. സോദോമിനും ഗോമോറയ്ക്കും നാശം സംഭവിക്കുവാൻ കാരണം ദൈവിക മുന്നറിയിപ്പുകളെ അവഗണിച്ചതാണ്. യോനാ പ്രവാചകനെ പോലെ മുൻവിധികളിൽ ആശ്രയിക്കാതെ ദൈവിക നടത്തിപ്പിന് വിധേയമായിട്ടാകണം ദൈവിക ശുശ്രൂഷകൾ നിർവഹിക്കപ്പെടേണ്ടത്.
പ്രതികൂലങ്ങളിൽ നിരാശരാവാതെ ദൈവാശ്രയത്തിൽ നിലനിന്നുകൊണ്ട് ദൈവിക ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ കഴിയേണ്ടതാണ്. പട്ടത്വ ശുശ്രൂഷ ദൈവിക നിയോഗമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഹിതത്തിനും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായി ശുശ്രൂഷകൾ നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. മനുഷ്യാശിയുടെ പാപങ്ങൾക്കായി മധ്യസ്ഥത വഹിച്ചുകൊണ്ട് സ്വയം യാഗമായി തീർന്ന യേശുവിൻ്റെ മാതൃകയാണ് നമുക്ക് മുമ്പിലുള്ളത്. യേശുവിനെ നമുക്ക് മാതൃകയാക്കാം. ദൈവിക ശുശ്രൂഷകളെ വിലമതിക്കേണ്ടതും ശുശ്രൂഷകരെ കരുതേണ്ടതും ദൈവജനത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ദൈവവചന പ്രഘോഷത്തിലൂടെ ലഭിക്കുന്ന മുന്നറിയിപ്പുകൾ അവഗണിക്കാതെ ജീവിതത്തിൽ തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് ദൈവപ്രസാദത്തിന് യോഗ്യരാകണം. ഇപ്രകാരം ദൈവീയ ശുശ്രൂഷകളെ മാനിക്കുവാനും ദൈവ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.